ഞങ്ങളിവിടെ ഇന്ന് ഈ ഫാമിൽ വന്നപ്പോൾ കിട്ടിയ മാമ്പഴങ്ങളാണ്. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മാമ്പഴമാണ്, കാലാപ്പാടി. നല്ല സ്മെല്ലാണ്, അതുപോലെ അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ലൊരു അതീവ രുചികരമായിട്ടുള്ള ഒരു മാമ്പഴമാണ്. പുഴുക്കേടൊന്നുമില്ല, നല്ല കളറാണ്. കണ്ടോ, നല്ലൊരു മാമ്പഴമാണ്. എല്ലാവരും വീടുകളിൽ വെക്കേണ്ട ഒരു വെറൈറ്റിയാണ്. അതുപോലെ ഇത് പെഡ്ഡരസാലു ആണ്. കണ്ടോ, നല്ല വലുപ്പമുണ്ട്. 1 കിലോയ്ക്ക് മുകളിൽ വലുപ്പമുള്ള നല്ലൊരു മാമ്പഴമാണ്. നല്ല കളർ വന്നു. ഇതിന് ചെറിയൊരു ന്യൂനത ഉള്ളത്, സ്വല്പം പുളിയുണ്ടാവും, അധികമില്ല, കുറച്ച് പുളിയുണ്ടാവും. പക്ഷേ നല്ല സ്വീറ്റ്നസ് കുറവൊന്നുമില്ല. അത്യാവശ്യം ആവശ്യത്തിനുള്ള സ്വീറ്റ്നസ് ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല വലുപ്പം വയ്ക്കാം, ധാരാളമായിട്ട് കായകൾ പിടിക്കുകയും ചെയ്യും. പെഡ്ഡരസാലു ഇത് നമ്മൾ നേരത്തെ കണ്ടൊരു മാമ്പഴമാണ്. ഇത് കല്ലുകെട്ടിയാണ്, നല്ല ഫ്ലേവറൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഒരു വെറൈറ്റിയാണ്. ഇതൊരു നാടൻ മാമ്പഴമാണ്. അപ്പോൾ പലരും നാടൻ മാവുകൾക്ക് പേരില്ലെന്ന് ചോദിക്കലുണ്ട്. കാരണം ഇത് ഓരോ വീടുകളിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വീടുകളിൽ ഉണ്ടായിരുന്ന മാമ്പഴങ്ങൾ അവർ നല്ല മാവിൻ്റെ ഇനങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ വീടുകളിൽ ചെന്നിട്ട് അതിൻ്റെ സയോൺ കളക്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് പേരുകളില്ല, പേരില്ലാത്ത നാടൻ വെറൈറ്റിയാണ്. നല്ല സ്മെല്ലാണ്, അതീവ രുചികരമായിട്ടുള്ള മാമ്പഴങ്ങളാണ്. അങ്ങനെയുള്ള കുറേ നാടൻ മാവുകൾ എൻ്റെ ഈ ഫാമിലുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഇത്. നല്ല അതീവ രുചികരമാണ്, പേരില്ലാത്തൊരു വെറൈറ്റിയാണ്. നാടൻ മാവുകൾ അങ്ങനെ കേരളത്തിൽ ധാരാളമുണ്ട്. പല വീടുകളിലും ധാരാളം, പഴയ തറവാടുകളിലൊക്കെ ധാരാളമായിട്ട് ഇതിൻ്റെ നാടൻ മാവുകൾ നിൽക്കുന്നുണ്ട്. ഇതൊരു തൈവാൻ വെറൈറ്റിയാണ്. നാംഡോക്കുമായി പോലെ തോന്നും, നാംഡോക്കുമായി അല്ല, ഇതൊരു തൈവാൻ വെറൈറ്റിയാണ്. അതീവ രുചികരമായിട്ടുള്ള ഒരു മാമ്പഴമാണ്. തൈവാൻ വെറൈറ്റികൾക്ക് പൊതുവെ പേരില്ല, അതിൻ്റെ നമ്പറുകളാണ്. അതുപോലെ ഇതും മറ്റൊരു തൈവാൻ വെറൈറ്റിയാണ്. ഇത് ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട്. ഞാൻ തൂക്കം നോക്കിയിരുന്നു. 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ഒരു തൈവാൻ വെറൈറ്റിയാണ്. ഇത് നാംഡോക്കുമായി മാമ്പഴമാണ്. കണ്ടോ, നല്ല കളറാണ്, കളർഫുൾ ആയിട്ടുള്ള മാമ്പഴമാണ്. നല്ല രുചിയാണ്, ഫ്ലേവർ ഇല്ല, അതിമധുരമാണ്, ഭയങ്കര മധുരമാണ്, ഫ്ലേവർ കുറവായിരിക്കും. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാമ്പഴമാണ്. ഇത് പെട്ടെന്ന് ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്, പെട്ടെന്ന് ഇവിടെയൊക്കെ കേടുവരും. അതാണ് ഈ മാങ്ങയുടെ ഒരു ന്യൂനത. പക്ഷേ നല്ല സ്വീറ്റ്നസ് ഉള്ള, മധുരം അതിമധുരമുള്ള മാമ്പഴങ്ങളാണ്. കാണാനും നല്ല ഭംഗിയാണ്, ഒരു പാട് പോലും ഉണ്ടായില്ല. നാംഡോക്കുമായി അതുപോലെ ഇത് കാറ്റ്മണാണ്. നല്ലൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം ഫ്ലേവറൊക്കെ ഉണ്ട്, ധാരാളമായിട്ട് മാങ്ങ പിടിക്കും. ഇതിന് നല്ല ഷെൽഫ് ലൈഫും ഒക്കെ ഉണ്ട്. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് വീട്ടിലിരുന്നാലും കേടൊന്നും ആയില്ല. നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ലൊരു വെറൈറ്റിയാണ്. ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ മാങ്ങകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഇതിൽ പലതിലും ഇത് പൂത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ മഴ തുടങ്ങുമ്പോൾ ഇത് പൂക്കും, പൂത്ത് കായകളുണ്ടാകുകയും ചെയ്യും, കായകൾ പിടിക്കുകയും ചെയ്യും, കേടാവുകയൊന്നുമില്ല. അത് കാറ്റ്മൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നീലമാണ്, അമ്രപ്പാളിയുടെ പിതൃവൃക്ഷമാണ്. ദശേരി ഇൻറ്റു നീലം. ദശേരി മാതൃവൃക്ഷവും നീലം പിതൃവൃക്ഷമാണ്. നീലം മാങ്ങയാണ്. അത്യാവശ്യം വലുപ്പം വയ്ക്കും, കുറച്ചുകൂടെ വലുപ്പം വയ്ക്കും. ഇതിൻ്റെ ഒരു നല്ല രുചിയാണ്, നല്ല ഫ്ലേവറും നല്ല രുചിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ന്യൂനത ലേറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഇതായി വരുന്നേ ഉള്ളൂ, തൊട്ടടുത്ത് ആ മാവ് നിൽക്കുന്നുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. ലേറ്റ് ആണ്. മഴയൊക്കെ, നമ്മുടെ കാലാവസ്ഥയിൽ മഴയൊക്കെ ആയതിനു ശേഷമാണ് ഇതിൻ്റെ മാങ്ങകൾ വിളഞ്ഞു കിട്ടുക. അതാണ് ഈ മാങ്ങയുടെ ഒരു ന്യൂനത. പക്ഷേ അതീവ രുചികരമായിട്ടുള്ള ഒരു മാമ്പഴമാണ് നീലം. ഇത് കേസരിയാണ്, കേസരി മാമ്പഴമാണ്. അതിൻ്റെ കളർ നോക്കിയാൽ നല്ല കളറാണ്. അതിനിവിടെ ചെറിയൊരു കൊക്ക് പോലെ ഇങ്ങനെ ഉണ്ടാവും, ചെറുത്, വളരെ ചെറുതാണ്. നല്ല രുചി, അതീവ രുചികരമായിട്ടുള്ളൊരു മാമ്പഴമാണ്. ഇത് നമ്മുടെ ഇവിടെ കായ്ക്കുകയില്ല എന്നാണ് ആദ്യം കേട്ടിരുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു നാടൻ മാമ്പഴമാണ്, കാക്കോത്തി. നേരത്തെ പല വീഡിയോകളിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്. സ്വല്പം ചെറുതാണ്, അതിൻ്റെ ഷേപ്പൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരു എസ് ഷേപ്പാണ്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിന് നല്ല കളർ വയ്ക്കും. ഇത് പഴുത്തിട്ടില്ല, നന്നായിട്ട് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിയുമ്പോൾ നല്ല കളർ വരും. ഇതിൻ്റെ തൊലിയോടുകൂടി നമുക്ക് കഴിക്കാം. ഈ തൊലിയിൽ ധാരാളം ആന്തോസയനും കരോട്ടിനോയിഡ്സും ഒക്കെ ഉണ്ട്. അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതാണ്. തൊലി ഉൾപ്പെടെ, തൊലി വളരെ സോഫ്റ്റ് ആണ്, തൊലി ഉൾപ്പെടെ ഇത് നമുക്ക് കഴിക്കാം. നല്ലൊരു വെറൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനൊന്നും കൊള്ളിയല്ല, ഒരു നാടൻ വെറൈറ്റി എന്ന നിലയിൽ നമുക്ക് വീടുകളിൽ വെക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഞാൻ നേരത്തെ തന്നെ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, പഴുത്ത് തന്നെയുള്ളൂ. ഇത് എയർ പോക്കറ്റ്സാണ്. അത് ഈ നാടൻ മാങ്ങകൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടാവും. എയർ പോക്കറ്റ്സ് എന്ന് പറയും. പഴുത്ത് വരുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ പഴുക്കാം. ഒന്ന് കഴിച്ച് നോക്കാം. ഇത് ഇങ്ങനെ തൊലിയോടുകൂടി കടിച്ച് തിന്നണം. നല്ല രുചിയാണ്. നാടൻ മാങ്ങയുടെ തനതായ രുചി, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ധാരാളമായിട്ട് മാങ്ങകൾ പിടിക്കും. ഇതൊക്കെ അത്യാവശ്യം ധാരാളം സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള വെറൈറ്റികൾ, നാടൻ മാവുകൾ, ഇങ്ങനെ താല്പര്യമുള്ള നാടൻ മാവുകൾ ഓരോന്നൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഈ ഫാമിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മാമ്പഴങ്ങളും നമ്മളൊന്ന് റിവ്യൂ ചെയ്തു. ധാരാളം മാമ്പഴങ്ങൾ, പല വെറൈറ്റി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് റിവ്യൂ ചെയ്തു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.